നമസ്കാരം. അതിവേഗം അനുഗ്രഹവും ഐശ്വര്യവും തരുന്ന ഭദ്രകാളിയെ പൂജിച്ച് തൃപ്തിപ്പെടുത്തുന്നതിന് ഏറ്റവും നല്ല ദിവസമാണ് ഭരണിനാൾ. മീനത്തിലെ ഭരണിനാൾ ഇത്തരത്തിൽ വളരെ ശുഭകരമായ ദിവസം തന്നെയാകുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഭഗവതിയായ ഭദ്രകാളിക്ക് അതിപ്രശസ്തവും പ്രശസ്തവുമായ ഒട്ടേറെ ക്ഷേത്രങ്ങളുണ്ട്. കൊടുങ്ങല്ലൂർ, മലയാളപ്പുഴ, ചെട്ടിക്കുളങ്ങര, ചോറ്റാനിക്കര, ആറ്റുകാൽ, ശാർക്കര, മണ്ടൈക്കാട്, വെള്ളായണി, അങ്ങാടിപ്പുറം, തിരുമാന്താംകുന്ന്, പന്നീനാർക്കാവ്, കാട്ടിൽമേക്കത്തിൽ എന്നിങ്ങനെ നിരവധിയാർന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇനിയും നിരവധിയാർന്ന പ്രശസ്തമായ ക്ഷേത്രങ്ങളുണ്ട് എന്നതും വാസ്തവമാണ്. ഇതിൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഭരണിനാളിൽ വളരെയധികം സവിശേഷമായ പൂജകൾ നടത്താറുണ്ട്. മീനഭരണിക്ക് പ്രധാനമാണ് എന്ന കാര്യവും ഓർക്കുക. എന്നാൽ ഇന്നേ ദിവസം ദേവിയെ ആരാധിക്കുന്നതിനോടൊപ്പം നാം ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാകുന്നു. ചില വഴിപാടുകൾ ദേവിക്ക് നടത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ചൊവ്വ, വെള്ളി, അഷ്ടമി ദിവസങ്ങളിലും ഭദ്രകാളിക്ക് ഈ വഴിപാട് നടത്തുവാൻ വിശേഷമാണ്. ആ കാര്യവും ഏവരും ഓർത്തിരിക്കുക. ഇന്നേ ദിവസം, അതായത് മീനഭരണി നാളിൽ ദേവിക്ക് നടത്തുവാൻ സാധിക്കുന്നതായ വിശേഷപ്പെട്ടതായ വഴിപാടുകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ വഴിപാടുകൾ എല്ലാം ഏവർക്കും ചെയ്യുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നതായ വഴിപാടുകൾ ദേവിക്ക് നടത്തി പ്രാർത്ഥിക്കുക. ആദ്യം നാം ചെയ്യേണ്ടത് വീടുകളിൽ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം വീടുകളിൽ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നെയ്വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ്. നെയ്വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. കാരണം വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഇപ്രകാരമാണ് തെളിയിക്കേണ്ടത്. 5 തിരിയിട്ട് ഭദ്രദീപം തന്നെ തെളിയിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഗുണം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാവുക തന്നെ ചെയ്യും. എന്നാൽ പലർക്കും അതിനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നില്ല. നെയ് ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുവാൻ സാധിക്കണം എന്നില്ല. അത്തരത്തിലുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ചെയ്യേണ്ടതായ ഒരു കാര്യം, എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അതേപോലെ തന്നെ വിളക്ക് തെളിയിക്കുക. ശേഷം ദേവിയെ ആരാധിക്കുക. ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുക. ചുവന്ന പുഷ്പം ദേവിക്ക് സമർപ്പിക്കുക. ഒരു മഞ്ഞളെങ്കിലും ദേവിയുടെ ചിത്രത്തിന് മുൻപിലോ അല്ലെങ്കിൽ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൂജാമുറിയിൽ വയ്ക്കുന്നതും വളരെ ശുഭകരമാണ്. ശേഷം ദേവീക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. എന്നാൽ ആദ്യമായി നാം എത്തേണ്ടത് ഗണപതി സ്വാമിയുടെ സമക്ഷമാണ്. ആ കാര്യം പ്രത്യേകം ഓർക്കുക. ഗണപതി സ്വാമിയെ ആദ്യം നിങ്ങൾ തൊഴുക. ഗണപതി പ്രതിഷ്ഠ അല്ലെങ്കിൽ ഉപപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി അല്ലെങ്കിൽ ആ ദേവീക്ഷേത്രത്തിലെ ഗണപതി പ്രതിഷ്ഠയെ ആദ്യം തൊഴുത് അമ്മയുടെ നടയിലെത്തുക. ഇതാണ് നാം ചെയ്യേണ്ടത്. ശേഷം ഈ പരാമർശിക്കുന്നതായ വഴിപാടുകളിൽ ഏതെങ്കിലും ഒരു വഴിപാട് നടത്തുക. എന്നാൽ ഇത്തരത്തിൽ ഗണപതി സ്വാമിയെ നാം പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലയ്ക്കുഴിഞ്ഞ് ഒരു നാളികേരം ഉടയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ്, വിശേഷമാണ് എന്ന് തന്നെ പറയാം. ഇനി അഥവാ നാളികേരം ഉടയ്ക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ഏവരുടെയും തലയ്ക്കുഴിഞ്ഞ് ഒരു നാണയം സ്വാമിക്ക് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഈ കാര്യം ചെയ്യുക. അതിനുശേഷം ഞാൻ ഈ പറയുന്ന വഴിപാടുകളിൽ നിങ്ങൾക്ക് സാധിക്കുന്നതായ വഴിപാട് നടത്തുവാൻ ശ്രമിക്കുക. പ്രധാനമായും നടത്തേണ്ട ചില വഴിപാടുകൾ ആദ്യം പറയാം. ആദ്യം നിങ്ങളുടെ വീടുകളിൽ ഐശ്വര്യം കൊണ്ടുവരുവാൻ സഹായകരമായ കടുംപായസം നടത്തുക. കടുംപായസം നടത്തി ദേവിയെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യപ്രദമാണ്. വീടുകളിൽ കാര്യവിജയം നേടുവാൻ സാധിക്കും. ആ അംഗങ്ങൾക്ക് പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടി മുന്നേറുവാൻ സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അതേപോലെ തന്നെ കാര്യസിദ്ധി നിങ്ങൾ നടത്തുക. അത് ഗൃഹനാഥൻ്റെയോ അല്ലെങ്കിൽ ഗൃഹനാഥയുടെയോ പേരിൽ നടത്തുക. അല്ലെങ്കിൽ ആരാണ് ജോലിക്ക് പോകുന്നത് ആ വ്യക്തിയുടെ പേരിൽ നടത്തുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. കൂടാതെ ചെമ്പരത്തിമാല നാളെ ദേവിക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അതിനാൽ തന്നെ വീടുകളിൽ തന്നെ ചെമ്പരത്തി കോർത്ത് ദേവിക്ക് സമർപ്പിക്കുന്നത് അഥവാ മാല കെട്ടി ദേവിക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. ഈ വഴിപാടിന് പിന്നിൽ ചില ശുഭകരമായ ഫലങ്ങൾ നമുക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉള്ളത്. നിങ്ങൾ തീർച്ചയായും ഈ വഴിപാട്
നടത്തുന്നതിലൂടെ അഥവാ ഇത്തരത്തിൽ ചെമ്പരത്തിമാല ദേവിക്ക് സമർപ്പിക്കുന്നതിലൂടെ ദൃഷ്ടിദോഷവുമായി ബന്ധപ്പെട്ട സകല ദുരിതങ്ങളിൽ നിന്നും മോചനം നിങ്ങൾക്ക് ലഭിക്കും. പ്രത്യേകിച്ചും നാളെ അതിവിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ ഈ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതൊരാൾക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ വഴിപാടാണ് ഇത്. ഇത്തരത്തിൽ മാല കെട്ടുമ്പോൾ ശുദ്ധിയോടെ തന്നെ മാല കെട്ടണം. വാഴയിലയിൽ പൊതിഞ്ഞ് ദേവിക്ക് സമർപ്പിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ ഈ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഭാഗ്യം വർദ്ധിക്കുക എന്ന കാര്യമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുവാൻ ഭാഗ്യസൂക്താർച്ചന നാളെ നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ വഴിപാട് നടത്താം എന്നതാണ് പ്രത്യേകത. ഭാഗ്യസൂക്താർച്ചന നടത്തുക. കൂടാതെ ജീവിതത്തിലേക്ക് രോഗങ്ങൾ വന്നു ചേരാതിരിക്കുവാനും വന്നു ചേർന്നിരിക്കുന്ന ആ രോഗദുരിതങ്ങൾ ഒഴിവാക്കുവാനും ദേവിക്ക് നാളെ കരിക്കഭിഷേകം നടത്തി പ്രാർത്ഥിക്കുക എന്ന കാര്യവും ഏവർക്കും ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ വന്നു ചേരേണ്ട രോഗങ്ങൾ പോലും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ആരോഗ്യം വീണ്ടെടുക്കുവാൻ അല്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. വീടുകളിലേക്ക് വന്നു ചേരേണ്ട ഒന്ന് തന്നെയാണ് ധനം. ധനം തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഏവർക്കും അറിയാം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് ധനാഭിവൃദ്ധിക്ക് കളഭ ചാർത്ത് നടത്തുക. ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ പേരിൽ ഈ വഴിപാട് നടത്തുക. തീർച്ചയായും 2 പേരുടെ പേരിലും നടത്താം. എന്നാൽ സാധിക്കില്ല എങ്കിൽ ഒരാളുടെ പേരിൽ നടത്തുക. ഇപ്രകാരം നടത്തുന്നതിലൂടെ തീർച്ചയായും ധനാഭിവൃദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ് പിന്നീട് പല വ്യക്തികൾക്കും ഉണ്ടാവുക. ആ കാര്യം കൂടി ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദാമ്പത്യ ഭദ്രത കൈവരിക്കണം എന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഞാൻ ഈ പറയുന്ന വഴിപാട് കൂടി നാളെ നടത്തുക. പട്ടും താലിയും ദേവിക്ക് നാളെ സമർപ്പിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. ഈ വഴിപാട് നടത്തുന്നതിലൂടെ 2 തരത്തിലുള്ള ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്നതാണ് വാസ്തവം. അനുയോജ്യമായ വിവാഹങ്ങൾ വന്നു ചേരും. അനുയോജ്യമായ ബന്ധങ്ങൾ വന്നു ചേരും. തീർച്ചയായും ഈ വഴിപാട് നാളെ നടത്തുക. അതോടൊപ്പം ദാമ്പത്യ ഭദ്രത കൂടി നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ കുങ്കുമാഭിഷേകം നടത്തുന്നതിലൂടെയും ഈ ഫലം തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതായത് ദാമ്പത്യ ഭദ്രത കൈവരിക്കുവാൻ സാധിക്കും. പ്രേമസാഫല്യം വന്നു ചേരും എന്നൊരു വിശേഷപ്പെട്ടതായ ഫലം കൂടിയുണ്ട്. അതിനാൽ സാധിക്കുന്നവർ ഈ വഴിപാട് കൂടി നടത്തുക. ചുവന്ന പട്ടുകൂടി ദേവിക്ക് സമർപ്പിക്കുകയാണ് എങ്കിൽ അത് സർവ്വ ഐശ്വര്യപ്രദമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല തടസ്സങ്ങളും ഒഴിവായി കിട്ടുവാൻ ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ഇനി ഈ വഴിപാടുകൾ നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ കടുംപായസവും ഭാഗ്യസൂക്താർച്ചനയും നടത്തുക. കൂടാതെ പുഷ്പാഭിഷേകം നടത്തുവാൻ സാധിച്ചാൽ ഉത്തമം. അതല്ല എങ്കിൽ സഹസ്രനാമാർച്ചന നടത്തുക. കാര്യവിജയവും കർമ്മലാഭവും നിങ്ങൾക്ക് വന്നു ചേരും. മറ്റ് വഴിപാടുകൾ നടത്തുവാൻ സാധിക്കാത്തവർക്ക് ഈ വഴിപാടുകളിൽ ഏതെങ്കിലും ഒരു വഴിപാടെങ്കിലും നാളെ നടത്തുവാൻ ശ്രമിക്കുക. ഇനി ഈ വഴിപാടുകൾ ഒന്നും തന്നെ നടത്തുവാൻ സാധിക്കാത്തതായ അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ ദേവിയുടെ നടയിലെത്തി അമ്മയെ മനസ്സുരുകി പ്രാർത്ഥിച്ച് ഒരു നാണയം തലയ്ക്കുഴിഞ്ഞ് ദേവിക്ക് സമർപ്പിക്കുക. ഇങ്ങനെ സമർപ്പിക്കുമ്പോൾ കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലയ്ക്കുഴിഞ്ഞ് സമർപ്പിക്കുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് വഴിപാടുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാനായിട്ടുള്ളത്. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, വഴിപാടുകൾ നടത്തുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് വഴിപാടിൻ്റെ പ്രസാദം വാങ്ങുക എന്ന കാര്യത്തിനും. നാളെ പ്രസാദം തീർച്ചയായും വീടുകളിൽ കൊണ്ടുവരികയും അവ പൂജാമുറിയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ്. പ്രത്യേകിച്ചും പൂജിച്ച കുങ്കുമം സ്ത്രീകൾ അണിയുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. കൂടാതെ ഇതണിഞ്ഞുകൊണ്ട് ഏതൊരു വ്യക്തി പുറത്തേക്ക് പോവുകയാണ് എങ്കിലും ആ വ്യക്തിക്ക് ദൃഷ്ടിദോഷം, കണ്ണീർ ദോഷം, ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും ചെയ്യും. അപകടങ്ങൾ പോലും വഴിമാറിപ്പോകും എന്നതാണ് വാസ്തവം. അതിനാൽ സാധിക്കുന്ന ഏവരും നിത്യവും ദേവിയുടെ കുങ്കുമം അണിഞ്ഞ് പുറത്തേക്ക് പോകുവാൻ
ശ്രദ്ധിക്കുക, സർവ്വ ഈശ്വരപ്രദം തന്നെയാണ്.